എൻ്റെ പേര് ബഷീറാണ്. ഞാൻ ഒരു 4-5 വർഷമായിട്ട് ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്ന ആളാണ്. മാത്രമല്ല ശ്വാസത്തിന് ഭയങ്കര കിതപ്പൊക്കെ ആളാണ്. അപ്പോൾ ഇതിൽ വന്നതിന് ശേഷം എനിക്കെന്ന് വെച്ചാൽ ഇരിക്കാനൊക്കെ അദ്ദേഹത്തിന് ഇരിക്കാനൊക്കെ പ്രയാസമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇരിക്കാന്ന് വെച്ചാൽ അദ്ദേഹത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇച്ചിരി കാല് കയറിയിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം തുടർച്ചയായിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്ത് കഴിയുന്നവരെ അതേമാതിരി ചെമ്മറം പണിഞ്ഞിരിക്കാൻ പറ്റുന്ന സംവിധാനം പറ്റില്ല കുറച്ച് കാലമായിട്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയൊക്കെ കുത്തുമ്പോൾ കഴിയുന്നവരെ തുടങ്ങി ആ ചെമ്മറം പണി ചെന്നിട്ട് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇത് വന്ന ശേഷമാണ് അതിൻ്റെ ഉണ്ടായത്. അതുമാതിരി നമ്മുടെ സ്കൂളിൻ്റെ SLC കഴിഞ്ഞ ശേഷം ഒരു കൈരകൽസിൻ്റെ സ്കൂളിൻ്റെ 3-4 ബിൽഡിങ്ങിൽ കയറിയപ്പോൾ സാധാരണ ഭയങ്കര കഷ്ടമാണ്. അതിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ചങ്കിട്ടുകൾ ബിൽഡിങ്ങിൻ്റെ 3-4 ബിൽഡിങ്ങിൽ കയറി 2 പ്രാവശ്യം കയറി ഇറങ്ങി. ഒരു അരമണിക്കൂറിനുള്ളിൽ അതിലൊക്കെ വളരെ അങ്ങനെ ഓരോരുത്തർക്കായിട്ട് അതിന്റെ റിസൾട്ട്. എനിക്ക് ആസ്തമൻ്റെ അസുഖമുണ്ട്. 20 വർഷമായിട്ട് ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വളരെ മാറ്റമുണ്ട്. അപ്പോൾ അതേ 1-2 ദിവസം കൂടുമ്പോഴാണ് ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുക, നിർത്തരുത്. അപ്പോൾ നിർത്തി വരുമ്പോൾ പൂർണ്ണമായിട്ട് മരുന്ന് നിർത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ചില 1-2 ഘടകങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തു പോയങ്ങാണ്ട് നല്ലോണം പോയങ്ങാണ്ട് ജങ്ക് ഫുഡും അനാവശ്യ ഫുഡുകളൊക്കെ അടിച്ച് കയറ്റിക്കാണ്ട് കൊഴുപ്പും ഇതൊക്കെ ഇതാക്കിയിട്ട് ഇതൊരിക്കലും എന്തായിരുന്നു നമുക്കൊരു ലൈസൻസ് ആയിരുന്നു. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാക്സിമം വരണം വെച്ചിട്ട് എല്ലാം കഴിക്കാനും കുറേ വാരി തിന്നാനും ഒന്നും ലൈസൻസ് അല്ല. ഡയറ്റിങ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, നല്ലോണം ഉറങ്ങുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിത്യ യൗവനം സൂക്ഷിക്കാൻ പറ്റും മരണം വരെ.